ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ അറിഞ്ഞു കാണും നമ്മുടെ MBDയുടെ പുതിയ നിയമത്തെക്കുറിച്ച്. എന്താണെന്ന് വെച്ചാൽ ഈ മാർച്ച് 1 മുതൽ നമ്മുടെ RC ബുക്ക് അതേപോലെ ലൈസൻസ് കാര്യമൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. എന്തായാലും നല്ലൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ RC ബുക്കും അതേപോലെ നമ്മുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നമുക്ക് ഡിജിറ്റൽ ലോക്കറിലേക്ക് മാറ്റാം. അതില്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റഡ് ഫോമിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തന്നെ സൂക്ഷിക്കാമെന്നാണ് നമ്മുടെ MBD കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചല്ല. നമ്മുടെ ഒരു 5-6 മാസം മുമ്പ് ലൈസൻസിനും അതേപോലെ RC ബുക്കിനൊക്കെ പേര് മാറ്റാനൊക്കെ അപ്ലൈ ചെയ്തവർക്ക് ഇതേവരെ അവരുടെ ഫിസിക്കൽ കാർഡ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്കറിയാൻ കഴിഞ്ഞത് അവരുടെയും ഇതേപോലെ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കിയ ഫണ്ട് കാര്യങ്ങളുടെ അവസ്ഥയാണ് ഇനി അറിയാനുള്ളത്. കാരണം അവർ ഒരു നിശ്ചിത ഫീസ്, പ്രിൻറ്റിങ് ഫീസ് അതേപോലെ തപാൽ ഫീസൊക്കെ അടച്ചിട്ട് 4-5 മാസം വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് സാധനം ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവരോട് ഗവൺമെൻറ് പറയുന്നു ഇനി മുതൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അടച്ച പൈസയ്ക്കുള്ള ഫിസിക്കൽ കാർഡോ അല്ലെങ്കിൽ ആ തപാൽ ചാർജിനുള്ളൂ ഇതിനൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഇതിൻ്റെ റീഫണ്ട് കാര്യം ഇതേവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല, അതെങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. കാരണം പലരും പേര് മാറാനും അല്ലെങ്കിൽ പുതിയ ലൈസൻസ് എടുത്തവർക്ക് ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടുള്ള 4-5 മാസമായിട്ട് ഇപ്പോൾ ലൈസൻസ് കിട്ടാത്ത പല ആൾക്കാരും ഉണ്ട്. അതേപോലെ ബുക്ക് പേര് മാറാനും പുതിയ RC ബുക്കിനൊക്കെ അപ്ലൈ ചെയ്തവരും ഇതുവരെ അവർക്ക് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.